എല്ലാം പുറത്തു വന്നതോടെ ചിലരെല്ലാം മലക്കമറിയുകയാണ്. തെറ്റുപറ്റി, അത് ശരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ചെയ്ത് ശരിയാന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എല്ലാം സമ്മതിക്കുകയാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞ വാദഗതികളും ന്യായീകരണങ്ങളും മാങ്കൂട്ടത്തിൽ തന്നെ തള്ളുകയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ സത്യത്തിൽ അയാൾക്ക് തന്നെ കുരുക്കാണ്. താൻ ഇതുവരെ നിഷേധിച്ചതോ നിശബ്ദമായതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞതോടെയാണ് സുധാകരനെ പോലുള്ളവർ മലക്കം മറിയുന്നത്, രാഹുൽ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. രാഹുലിന്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാ തെറ്റാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ ചൂടായി പറഞ്ഞിട്ടുമുണ്ട്. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല, പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ മുൻ എന്ന് ആലോചിക്കുന്നത് നല്ലത്, അത്രയേ ഉള്ളൂ. പാർട്ടി തള്ളുമ്പോഴും കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം രാഹുലിനെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കാണാതെ പോകരുത്. CPM രാഷ്ട്രീയ ഗൂഢാലോചന, രാഹുലിനെ പോലുള്ളവർ വളർന്നു വരുന്നത് CPM ഭീതിയോടെ കാണുന്നു. പിന്നെ ഐസ്ക്രീം പാർലർ, സൂര്യനെല്ലി കേസ്, സോളാർ കേസ് എന്നിവയുമായി രാഹുലിന്റെ കേസിനെ കൂട്ടിച്ചേർത്ത് ന്യായീകരിക്കാനാണ് വീക്ഷണം ശ്രമിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെ കാര്യങ്ങളാണ് മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ സമ്മതിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. രാഹുൽ ഈശ്വറിനെ പോലുള്ള PR-കാരുടെ വാദങ്ങൾ മാങ്കൂട്ടത്തിൽ തന്നെ എങ്ങനെ തള്ളുന്നുവെന്നും നോക്കാം. രാഹുലിനോടുള്ള ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? 3 മാസമായി മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന ചോദ്യമാണ്, പെൺകുട്ടിയെ അറിയാമോ എന്നതായിരുന്നു. അറിയാം, ദീർഘകാലമായി അറിയാമെന്നതാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ കാര്യം, പെൺകുട്ടി വിവാഹിതയാണെന്ന് മാങ്കൂട്ടത്തിന് അറിയില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ വാദിച്ചിരുന്നത്. ഈ വാദം സൈബർ കോൺഗ്രസ്സുകാരും ഏറ്റെടുത്തിരുന്നു. വിവാഹിതയാണെന്ന് അറിയാതെയായിരുന്നു പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത്, അത് അറിഞ്ഞപ്പോഴാണ് രാഹുൽ പിന്മാറിയത് എന്നതായിരുന്നു രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ തൊണ്ട തൊടാതെ പറഞ്ഞത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതും തള്ളുകയാണ്. അതായത് രാഹുൽ ഈശ്വറിന്റെ വാദവും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളുകയാണ്. പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിയാമായിരുന്നു, സമൂഹ മാധ്യമത്തിലൂടെയാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്, ഭർതൃപീഡനത്തിന്റെ കാര്യം അറിഞ്ഞപ്പോൾ അനുകമ്പ തോന്നിയെന്നാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല യുവതി തന്നെ നേരത്തെ നൽകിയിരിക്കുന്ന ഒരു മൊഴിയുണ്ട് ഈ ഘട്ടത്തിൽ, ആ മൊഴി നിർണായകമാണ്, അതുകൂടി പറഞ്ഞു പോവുകയാണ്. അതിൽ യുവതി പറയുന്നത് തൻ്റെ വിവാഹബന്ധം നിലനിന്നത് 1 മാസം മാത്രമാണ് എന്നാണ്. 2024 ഓഗസ്റ്റ് 22-നായിരുന്നു വിവാഹം. ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത് 4 ദിവസം മാത്രമാണ്. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു. രാഹുലിനെ പരിചയപ്പെടുന്നത് 5 മാസത്തിന് ശേഷമാണെന്നും യുവതി ആ മൊഴിയിൽ പറയുന്നുണ്ട്. അതായത് വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടവുമായി യുവതി ബന്ധം പുലർത്തിയത് എന്ന് വ്യക്തമാക്കുന്ന മൊഴി യുവതി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അല്ലാതെ രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത് പോലെ വിവാഹബന്ധത്തിൽ ഇരിക്കുമ്പോഴല്ല മാങ്കൂട്ടവുമായി യുവതി ബന്ധം സ്ഥാപിച്ചത് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, മാങ്കൂട്ടത്തിലും പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു? അത് ലൈംഗിക ബന്ധമായിരുന്നു എന്നുള്ളതും മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ സമ്മതിക്കുകയാണ്. നാലാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, പുറത്തു വന്നത് നിങ്ങളുടെ ശബ്ദമാണോ എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ മറ്റൊരു ചോദ്യം. അതിന് മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ രാഹുൽ സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. ആ ശബ്ദം തൻ്റേത് തന്നെ, അല്ലാതെ അടൂർ പ്രകാശൊക്കെ പറയുന്നത് പോലെ ആ സംഭാഷണം AI അല്ല. താനുമായുള്ള ഫോൺ സംഭാഷണം പെൺകുട്ടി പ്രത്യേക ലക്ഷ്യത്തോടെ റെക്കോർഡ് ചെയ്തു, ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും സൂക്ഷിച്ചു വെച്ചു എന്നാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ മാങ്കൂട്ടത്തിൽ വാദിക്കുന്നത്. ഇതോടെ ഇതുവരെ പുറത്തു വന്ന ഫോൺ കോളുകളും ചാറ്റുകളും ഉള്ളതാണെന്നും തൻ്റേതാണെന്നും അയാൾ സമ്മതിക്കുകയാണ്. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, ഗർഭം തൻ്റേതല്ല എന്നാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുറത്തു വന്ന ശബ്ദം തൻ്റേതാണെന്ന് ജാമ്യ ഹർജിയിൽ സ്ഥിരീകരിക്കുന്നു. ആ ഫോൺ സംഭാഷണത്തിൽ എന്താണ് യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ സംസാരിക്കുന്നത്? അത് ഗർഭചിത്രം നടത്തുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ കുഞ്ഞ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഓഡിയോയിലെല്ലാം പറയുന്നത്. തന്തയില്ലാത്ത കുഞ്ഞിനെ നീ എങ്ങനെ വളർത്തു എന്നൊക്കെയാണ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് ആ ഗർഭം എന്നുള്ള കാര്യം. മാത്രമല്ല യുവതി ഗർഭചിത്രത്തിന് വിധേയമായി എന്നതും മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ സ്ഥിരീകരിക്കുന്നു. ഗർഭം തൻ്റേതല്ല എങ്കിൽ മാങ്കൂട്ടത്തിൽ എന്തിന് തൻ്റെ സുഹൃത്ത് മുഖാന്തരം ഗർഭം അലസിപ്പിക്കാൻ മരുന്ന് അതിജീവിതയ്ക്ക് എത്തിച്ചു നൽകി? മരുന്ന് കഴിക്കുന്നത് എന്തിന് വീഡിയോ കോളിലൂടെ കണ്ടു? മറ്റൊരാളുടെ ഗർഭം അലസിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും പ്രതിക്ക് എന്ത് കാര്യം എന്നതൊക്കെയാണ് ഉയരുന്ന ചോദ്യം. ഇനിയിപ്പോൾ വാദത്തിന് വേണ്ടി വിവാഹിതയായ സ്ത്രീ പങ്കാളിയെ വഞ്ചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രതിയുമായി ശാരീരിക ബന്ധം പുലർത്തി എന്നതാണ് അയാൾക്കൊപ്പം ഇപ്പോഴും നിൽക്കുന്നവരുടെ ആക്ഷേപമെങ്കിൽ അതിനും ഉത്തരമുണ്ട്. അതായത് ഇന്ത്യയിൽ ഇത് ശിക്ഷാർഹമായ കുറ്റമല്ല. പുതിയ ന്യായ സംഹിത, അതായത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും കുറ്റകരമല്ല. മുമ്പും
ഇത് നിയമവിരുദ്ധമായിരുന്നു. അതായത് 2018 ജോസഫ് ഷൈൻ കേസിലൂടെ അഡൾട്ടറി എന്നത് കുറ്റകരമല്ലാതെയായി. ഇന്നിപ്പോൾ അത് കുറ്റകരമല്ല. ഭാര്യ അവിഹിത ബന്ധത്തിൽ തുടരുന്നു എന്ന് തെളിഞ്ഞാൽ, ഭർത്താവിന് അത് തെളിയിക്കാൻ സാധിച്ചാൽ ക്രിമിനൽ നടപടിച്ചട്ടം BNS 144 പ്രകാരം ജീവനാംശം ലഭിക്കില്ല എന്നേ ഉള്ളൂ. ചുരുക്കത്തിൽ വിവാഹിതയായ സ്ത്രീ മറ്റൊരാളുമായി ശാരീരിക പ്രണയബന്ധം പുലർത്തുന്നത് ഇന്ത്യയിൽ കുറ്റകരമല്ല. എന്നാൽ വിവാഹമോചനത്തിന് അത് കാരണമായി മാറുകയും ചെയ്യും. അതായത് രാഹുൽ ഫാൻസുകാരുടെ ആ വാദം കോടതിക്ക് മുന്നിൽ നിലനിൽക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഗാർഹിക പീഡനം നേരിടുന്ന ഒരു യുവതിയെ പരിചയപ്പെട്ട ശേഷം അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയ ശേഷം അവളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിൽ ഗർഭചിത്രത്തിനുള്ള മരുന്ന് ഡോക്ടറുടെയോ മറ്റോ കുറിപ്പടിയില്ലാതെ നൽകി. അതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റം, അല്ലെങ്കിൽ അയാൾ ഉത്തരം പറയേണ്ട ചോദ്യം. ഇതിൽ അധാർമികമായ കാര്യമുണ്ട്, ഒപ്പം ക്രിമിനൽ ചിന്താഗതിയും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ അബോർഷൻ ചെയ്യാനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം കുറ്റകരമാണ്. മരുന്ന് നൽകിയ കടയുടമ പ്രതിയാകും. കടയുടമയുടെ ലൈസൻസ് വരെ നഷ്ടമാകാം. ഇവിടെ പെൺകുട്ടിക്ക് ട്യൂബ് പ്രഗ്നൻസി ആയിരുന്നു എന്നിരിക്കട്ടെ, മരുന്ന് കഴിച്ചത് കാരണം ട്യൂബ് പൊട്ടിത്തെറിച്ച് മരണം വരെ സംഭവിക്കാം. സ്കാൻ ചെയ്യാതെ മരുന്ന് നൽകിയത് വഴി പരാതിക്കാരി കൊല്ലപ്പെടണമെന്ന ആഗ്രഹം പ്രതിക്ക് ഉണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷന് വേണമെങ്കിൽ വാദിക്കാൻ കഴിയും. ലൈംഗിക ബന്ധത്തിന് ശേഷം യുവതിയുടെ നഗ്ന വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രീകരിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്ന മറ്റൊരു മൊഴി. അപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്നും വാദഗതി വരും. മാത്രമല്ല, ഗർഭിണി ആയിരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് മൊഴിയുണ്ട്. ഇത് ബലം പ്രയോഗിച്ചാണ് ചെയ്തത് എന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. നിയമസഭയിൽ ആശാ വർക്കർമാരുമായിട്ട് ബന്ധപ്പെട്ട കന്യ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ശേഷമാണ് രാഹുൽ തന്നെ റേപ്പ് ചെയ്തത് എന്നാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. നോക്കൂ, ഒരു ഭാഗത്ത് ആശാ വർക്കർമാർക്ക് വേണ്ടി വാദിക്കുന്നു, നിയമസഭയിൽ വലിയ പ്രസംഗം നടത്തുന്നു, അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു, മറുഭാഗത്ത് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. അതാണ് രാഹുലിൻ്റെ യഥാർത്ഥ മുഖം എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാവുകയാണ്. അതായത് പറഞ്ഞു വരുന്നത്, എല്ലാ രീതിയിലും പെട്ട അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴുള്ളത് എന്നതാണ്. ഇത്രയും നാൾ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ച് താൻ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ ഈ വ്യക്തി ഇപ്പോൾ ചെയ്തിരിക്കുന്ന കുറ്റങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പുള്ളി തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. അതായത് മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം അയാൾ ഒരു കണക്കിന് അഡ്മിറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. താൻ നേരത്തെ നിഷേധിച്ചതെല്ലാം സമ്മതിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കാണുന്നത് എന്ന് വേണമെങ്കിലും പറയാം. ഇനിയെങ്കിലും ഫാൻസുകാർ അടങ്ങുമോ, അതോ പുതിയ ന്യായീകരണം ചമയ്ക്കുമോ? കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ നിങ്ങൾക്ക് അംഗമാകാം. നന്ദി, നമസ്കാരം.